Good morning friends. Garam Masalയുടെ പുതിയൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ലോഗ് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലഞ്ച് പാർട്ടിയാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ്. അതിലോട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഈ വ്ലോഗിൽ കാണുന്നത്. ഇത് കൂടാതെ തന്നെ ഞങ്ങളുടെ ഔട്ടിംഗും ഉണ്ട്. ഷാർജയിലുള്ള ഒരു ഫ്രണ്ടാണ് പാർട്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ കൂട്ടി അബുദാബിയിലെ ഒന്ന് രണ്ട് സ്ഥലത്ത് കൂടെ പോയിട്ടുണ്ട്. അതിൽ ചില മൊമെന്റ്സും അതുപോലെ തന്നെ ലഞ്ച് പാർട്ടിയുമാണ് ഈ വ്ലോഗിലുള്ളത്. ഇതിനു മുൻപ് ഞാനൊരു പാർട്ടി വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വ്ലോഗിൽ പാർട്ടിക്ക് വേണ്ടിയുള്ള ടിപ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്ലോഗ് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പെട്ടെന്ന് ഓരോ ഭാഗങ്ങൾ ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇൻട്രൊഡക്ഷൻ ഒരുപാട് നീട്ടി കൊണ്ടുപോകുന്നില്ല. നമുക്ക് വ്ലോഗിലോട്ട് പോകാം. ഇതിനുവേണ്ടി ഞാൻ പ്രിപ്പറേഷൻസ് ഒന്നും നേരത്തെ ചെയ്തു വെച്ചിട്ടില്ല. എല്ലാം ഫ്രൈഡേ മോർണിംഗിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഗസ്റ്റ് വരുമ്പോൾ വെൽക്കം ഡ്രിങ്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സ്നാക്കും കൊടുക്കാനാണ് പ്ലാൻ ചെയ്തത്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വേറൊന്നുമല്ല, ബിസ്ക്കറ്റ് കേക്കാണിത്. സ്റ്റൗ ടോപ്പിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ റോസ് ലെമണേഡ് ആണ് സെർവ് ചെയ്യുന്നത്. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണ് റോസ് ലെമണേഡും. റോസ് ലെമണേഡ് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ബിസ്ക്കറ്റ് ഉപയോഗിച്ച് വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കേക്കാണിത്. ഇതിലോട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഞാനിവിടെ മാരിഗോൾഡ് കൊണ്ടാണ് കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് മിക്സിയിലിട്ട് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം പാലും പഞ്ചസാരയും എല്ലാം മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. ഇതിനെ ഞാൻ സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ കേക്കും റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ പുഡിങ്ങും തയ്യാറാക്കി വെക്കുകയാണ്. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പുഡിങ്ങാണിത്. എഗ് പുഡിങ്ങാണിത്. മുട്ട ചേർക്കാത്ത മുട്ട പുഡിങ്. മുട്ടയുടെ ഷേപ്പിലെല്ലാം ആയിരിക്കും ഈ പുഡിങ്. ഈസിയായി തയ്യാറാക്കി എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ഇത് തയ്യാറാക്കി എടുക്കാൻ. നമുക്കിതിനെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തെടുക്കാനും കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഈ എഗ് പുഡിങ് റെഡിയാക്കി എടുത്തത്. ഒരുപാട് സ്ട്രെയിൻ ഒന്നും വേണ്ട. ഒരു റെസിപ്പിയിലോട്ട് വേണ്ട മുട്ടയുടെ ഷെല്ല് ഉപയോഗിച്ചാണ് ഈ പുഡിങ് തയ്യാറാക്കി എടുക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുള്ള ഷെല്ലിലോട്ടാണ് പുഡിങ് മിക്സ് ഒഴിക്കുന്നത്. ഇതിനെ 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി. നമുക്കിതിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അടുത്തതായി ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് ചിക്കൻ വിങ്സ് മസാല ഫ്രൈ ആണ്. കുറച്ച് സവാളയെല്ലാം ചേർത്ത് ഡിഫറെൻ്റ് ആയി തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു ചിക്കൻ വിങ്സ് ഫ്രൈ ആണിത്. അതിനുവേണ്ടി ചിക്കൻ വിങ്സിനെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അടുത്തതായി സെർവ് ചെയ്യുന്നത് ഫിഷ് ഫ്രൈ ആണ്. ഫിഷിനെയും ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഗസ്റ്റ് നേരത്തെ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് കേക്കും വെൽക്കം ഡ്രിങ്കും സെർവ് ചെയ്യാം. നന്നായി തണുപ്പിച്ച് വെച്ചിട്ടുള്ള ഡ്രിങ്കാണിത്. നല്ല ടേസ്റ്റ് ആണ് ഇതിന്. ഇതിനെ നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. വലിയ 2 പേരാണുള്ളത്. 2 കുട്ടികളുമാണ്. അവർക്ക് ചെറിയ ഗ്ലാസ് എടുക്കാം. നമുക്കിതിനെ സെർവ് ചെയ്യാം. ഇവിടെ ഞാൻ മെയിൻ ഡിഷായി സെർവ് ചെയ്യുന്നത് ഗീ റൈസ് ആണ്. ഇതിന്റെ കൂടെ ചിക്കൻ കറിയും ഉണ്ട്. ഇതിന്റെ കൂടെയാണ് ചിക്കൻ ലോലിപോപ്പ് ഫ്രൈയും ഫിഷ് ഫ്രൈയും സെർവ് ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള സവാളയും മറ്റു വെജിറ്റബിൾസും എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ചിക്കൻ കറിയാണ് തയ്യാറാക്കി വെക്കുന്നത്. പ്രഷർ കുക്കറിലാണ് ചിക്കൻ കറി തയ്യാറാക്കുന്നത്. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചിക്കൻ കറിയാണിത്. ആദ്യം സവാളയെല്ലാം വഴറ്റിയതിനു ശേഷമാണ് ചിക്കൻ ചേർത്ത് വേവിച്ചെടുക്കുന്നത്. കുറച്ച് വലിയ പീസുകളായിട്ടാണ് ചിക്കനെ മുറിച്ചെടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി വെക്കാം. മസാല റെഡി ആയതിനു ശേഷം ഇതിലോട്ട് ചിക്കൻ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. വെള്ളമൊന്നും ഞാൻ ഇതിലോട്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. ആവശ്യമെങ്കിൽ പിന്നീട് ചേർക്കാം. ചിക്കനിൽ നിന്നും ഒരുപാട് വെള്ളം ഇറങ്ങി വരും. ഒരു പീസ് വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. പ്രഷർ പോയതിനു ശേഷം ഇതിലോട്ട് കറിവേപ്പിലയും വെളിച്ചെണ്ണയും എല്ലാം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിനെ സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി. ചിക്കൻ കറി റെഡി ആയതിനു ശേഷമാണ് ഞാൻ ചിക്കൻ വിങ്സ് ഫ്രൈ മസാല തയ്യാറാക്കുന്നത്. മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ വിങ്സിനെ ഹാഫ് കുക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഈ സവാളയെ വഴറ്റിയതിനു ശേഷം ഇതുമായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ഇതിന്. നല്ല ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യണം.
കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സൈഡ് ഡിഷാണ് ഈ ചിക്കൻ വിങ്സ്. നന്നായി സോഫ്റ്റ് ആയി വന്നിട്ടുള്ള സവാളയിലോട്ട് സ്പൈസസ് കൂടെ ചേർക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതിനെ മാറ്റിവെക്കാം. ഇതിന്റെ കൂടെ തന്നെ ഫിഷിനെയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ഫിഷ് ഫ്രൈയും ചിക്കൻ വിങ്സും റെഡി ആയിട്ടുണ്ട്. അവസാനമായി പ്രഷർ കുക്കർ ഉപയോഗിച്ച് തന്നെ ഞാൻ ഗീ റൈസും തയ്യാറാക്കിയെടുക്കുകയാണ്. വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു മെയിൻ ഡിഷാണ് ഗീ റൈസ്. സാധാരണ ഞാൻ ഗീ റൈസ് തയ്യാറാക്കിയെടുക്കുന്നത് പോലെയല്ല ഇവിടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണയെല്ലാം ചേർത്ത് വ്യത്യസ്തമായ ഒരു ടേസ്റ്റിലാണ് ഈ ഗീ റൈസ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഒരു വിസിൽ വരുന്നത് വരെ ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. ഗീ റൈസിനെ ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് കൂടെ ഫ്രൈ ചെയ്ത് വെക്കുകയാണ്. വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ ഇതിലോട്ട് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ഡിഷിന്. ഇനി ഇതിന്റെ കൂടെ റൈത്ത സെർവ് ചെയ്യാം. ഇവിടെ ഞാൻ അറബിക് സാലഡാണ് സെർവ് ചെയ്യുന്നത്. അറബിക് കുക്കുംബർ സാലഡാണ് ഇത്. ഇതിനു വേണ്ടി കുക്കുംബറിനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ മല്ലിയില കൂടെ ചോപ്പ് ചെയ്യാം. ഒരു വെളുത്തുള്ളിയെ ക്രഷ് ചെയ്തത് കൂടെ വേണം. ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് യോഗട്ട് ചേർക്കാം. ആവശ്യാനുസരണം ഉപ്പ് കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ സാലഡും റെഡിയായി. ഇതിനെ ഫ്രിഡ്ജിലോട്ട് വെക്കാണ്. സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കൂ. നല്ല തണുപ്പോടുകൂടെ സെർവ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അടുത്തതായി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ക്യാബേജ് തോരനാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു തോരനാണിത്. ഗീ റൈസിന്റെ കൂടെ തോരൻ സെർവ് ചെയ്യണമെങ്കിൽ ക്യാബേജ് തോരനായിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നത്. നല്ല ടേസ്റ്റുള്ള ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമ്മുടെ എല്ലാ ഡിഷസും റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ കറിയാണ്. കറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് അധികം തന്നെ കറിവേപ്പില ചേർത്തിരുന്നു. ഈ കറിവേപ്പിലയുടെ തണ്ടെല്ലാം എടുത്തു മാറ്റാം. ഞാൻ ഈ ചിക്കൻ കറിയെ വേറൊരു സെർവിങ് ഡിഷിലോട്ടൊന്നും മാറ്റുന്നില്ല. ഇതിനെ ഡയറക്റ്റ് ഡൈനിങ് ടേബിളിലോട്ട് വെക്കുകയാണ്. ഒരു ട്രിപ്പ് മാത്രമേ ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഡയറക്റ്റ് തന്നെ ഡൈനിങ് ടേബിളിലോട്ട് വെക്കാം. ഫുഡ് കഴിക്കാൻ 2-3 ട്രിപ്പ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാൻ പാടില്ല. നമ്മുടെ ചിക്കൻ കറിയുടെ നല്ല ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട്. അടുത്തതായി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫിഷിനെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ഈന്തപ്പഴം ഉപ്പിലിട്ടതാണ്. നല്ല മധുരവും പുളിയും എല്ലാം ഉള്ള ഈന്തപ്പഴം ഉപ്പിലിട്ടതാണിത്. ഈ ഈന്തപ്പഴം ഉപ്പിലിട്ടതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണ് ഇത്. പകുതി പഴുത്ത് വന്നിട്ടുള്ള ഈന്തപ്പഴം ഉപയോഗിച്ചാണ് ഈ ഡിഷ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ചിക്കൻ വിങ്സ് മസാല ഫ്രൈയെ സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാം. അടുത്തതായി നമ്മുടെ തോരനാണിത്. ക്യാബേജ് തോരനാണിത്. നമ്മുടെ ഗീ റൈസ് എന്തായെന്ന് നോക്കാം. കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്രഷർ കുക്കർ തുറന്നതിന് ശേഷം 5 മിനിറ്റോളം ഇത് ഇങ്ങനെ വെക്കണം. അതിനുശേഷം മാത്രമേ സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാവൂ. അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകും. ഞാൻ ഇതിന് വലിയൊരു ട്രേയിലാണ് സെർവ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഗാർണിഷിംഗ് ഐറ്റംസ് കൊണ്ട് ഗാർണിഷ് ചെയ്യാം. ഇതിലോട്ട് ഞാൻ കാഷ്യൂനട്ടും റൈസിൻസും ഒന്നും ഫ്രൈ ചെയ്ത് ചേർക്കുന്നില്ല. കറിവേപ്പിലയുടെയും സവാളയുടെയും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതിന്. ഇനി നമുക്ക് ഇവയെല്ലാം ഡൈനിങ് ടേബിളിലോട്ട് മാറ്റാം. നമ്മുടെ എല്ലാ ഡിഷസും റെഡി ആയിട്ടുണ്ട്. നല്ല ഭക്ഷണം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നിറഞ്ഞ മനസ്സോടുകൂടെ തന്നെ അത് സെർവ് ചെയ്യുകയും വേണം. ലഞ്ചിന് ശേഷമാണ് നമ്മുടെ പുഡിംഗ് സെർവ് ചെയ്യുന്നത്. നമ്മുടെ പുഡിംഗ് ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. മുട്ടയെ പീൽ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഈ പുഡിങ്ങിനെയും നമുക്ക് പീൽ ചെയ്തെടുക്കാം. ബാക്കി വന്നിട്ടുള്ള പുഡിങ്ങിന്റെ മിക്സ് പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്തെടുത്തതാണ് ഈ യെല്ലോ കളറുള്ളത്. അതിന്റെ മുകളിലായി നമുക്ക് മുട്ട വെക്കാം.
ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. ഒരു മുട്ടയും അതുപോലെ തന്നെ യെല്ലോ പുഡിങ്ങും വെച്ച് വേണം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. ഒരു വെറൈറ്റി പുഡിംഗ് ആണിത്. ഗസ്റ്റിനെല്ലാം സർപ്രൈസ് ആയിരിക്കും. ലഞ്ചിന് ശേഷം ഞങ്ങൾ പുറത്തു പോവുകയാണ്. അബുദാബിയിലെ 1-2 ഡെസ്റ്റിനേഷൻസ് കാണാൻ വേണ്ടിയാണ്. അബുദാബി ഐലൻഡിനെ യുഎഇയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 3 ബ്രിഡ്ജാണുള്ളത്. മക്ത ബ്രിഡ്ജ്, ഷെയ്ഖ് സായിദ് ബ്രിഡ്ജ്, അതുപോലെ മുസഫ ബ്രിഡ്ജ്. മക്ത ബ്രിഡ്ജിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ആ കാണുന്നതാണ് ഷെയ്ഖ് സായിദ് ബ്രിഡ്ജ്. ആദ്യം പോകുന്നത് ഖലീഫ പാർക്കിലോട്ടാണ്. ഖലീഫ പാർക്കിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രാവൽ വ്ലോഗ് ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ട്രെയിനാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം കയറാം. ഇവിടെ വലിയൊരു പാർക്ക് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ മാരിടൈം മ്യൂസിയം, പിന്നെ അക്വേറിയം, ഇവയെല്ലാം ഉണ്ട്. വളരെ കുറഞ്ഞ എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ ഇവിടെയെല്ലാം. മ്യൂസിയം ആണിത്. ഗൈഡോട് കൂടിയ കാർട്ടിലാണ് നമ്മൾ മ്യൂസിയം കാണുന്നത്. അബുദാബിയുടെ ഹിസ്റ്ററിയാണ് ഈ മ്യൂസിയത്തിലുള്ളത്. അതിനുശേഷം നമുക്ക് അക്വേറിയം കൂടെ കാണാം. അക്വേറിയം കൂടെ കണ്ടതിന് ശേഷം ട്രെയിനിൽ തിരിച്ചു വരികയാണ് ചെയ്തത്. നമ്മുടെ ഗസ്റ്റിനെ വളരെ കുറഞ്ഞ എക്സ്പെൻസിൽ എന്റർടൈൻ ചെയ്യാൻ പറ്റിയതാണ് ഈ ഖലീഫ പാർക്ക്. അടുത്ത ഡെസ്റ്റിനേഷൻ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് ആണ്. ഗസ്റ്റിനെ അബുദാബി കാണിക്കുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഗ്രാൻഡ് മോസ്ക്. യുഎഇയുടെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദിന്റെ ഡ്രീം പ്രൊജക്ടുകളിൽ ഒന്നാണ് ഈ ഗ്രാൻഡ് മോസ്ക്. ഒരുപാട് സ്പെഷ്യാലിറ്റി ഒക്കെ ഉണ്ട് ഗ്രാൻഡ് മോസ്കിന്. അതെല്ലാം ഞാൻ ഗ്രാൻഡ് മോസ്ക് വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. ഈവനിങ് പ്രയർ കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഗ്രാൻഡ് മോസ്കിൽ നിന്ന് പോകുന്നത്. ഇത് മീനയാണ്. മീന ഷിപ്പ് യാർഡ് ആണിത്. കുറെ ഷിപ്പെല്ലാം വന്ന് നിൽക്കുന്നുണ്ട്.
സ്പീഡില്ല നമ്മൾ ഒരു ഭക്ഷണം കഴിയുമ്പോഴത്തേനും അടുത്തതായി പോകുന്നത് അബുദാബിയിലെ ഹെറിറ്റേജ് വില്ലേജിലാണ്. നേരത്തെ കണ്ട മാരിടൈം മ്യൂസിയം പോലെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസ് ആണിത്. ആൻഷ്യന്റ് ആയിട്ടുള്ള അബുദാബിയാണ് ഇതിലും കാണിക്കുന്നത്. ഡെസേർട്ട് ലൈഫ്, പഴയ കാലത്തെ സൂക്ക്, മോസ്ക് ഇവയെല്ലാം നമുക്കിവിടെ കാണാം. ഇവിടുന്ന് തന്നെ നമുക്ക് ട്രഡീഷണൽ ഐറ്റംസ് എല്ലാം പർച്ചേസ് ചെയ്യാൻ കഴിയും. ഡ്രസ്സുകളും ഗ്ലാസുകൾ, ക്രോക്കറി ഐറ്റംസ് ഇവയെല്ലാം ഉണ്ട് ഇവിടെ. എമറാത്തികളുടെ പഴയ ലൈഫാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഷോപ്പുകളാണിത്. ഡെസേർട്ട് ലൈഫ് കാണിക്കുന്നതാണിത്. ശരിക്കും ഒരു ഡെസേർട്ട് പോലെ തന്നെയാണ്. ഡെസേർട്ടിലുള്ള ടെന്റാണ് കാണുന്നത്. പഴയ കാലത്തെ വീടുകളെല്ലാം ഇവിടെ റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഈന്തപ്പന ഓല കൊണ്ടുള്ള റൂഫ് എല്ലാം ഇതിന്. ഇവിടുത്തെ സൂക്കാണ്. നമ്മുടെ നാട്ടിൻ പുറം പോലെ ചെടികളും കൃഷിയും പശു വളർത്തുന്നതും എല്ലാം ഉള്ള ഒരു സ്ഥലമാണിത്. ഹെറിറ്റേജ് വില്ലേജ് കൂടെ കണ്ടതിന് ശേഷം ഡിന്നറിന് വേണ്ടി മുസഫ ഷാദിയിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഫാമിലി തട്ടുകടയിലാണ് ഡിന്നർ. ഗഫൂർക്കാസ് തട്ടുകട. ഇത് പോത്ത് വരക്കിയതാണ്. ഇതിന്റെ കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചൂടുള്ള പൊറോട്ടയുണ്ട്. ഒരു ചിക്കൻ ഐറ്റം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ രണ്ടുള്ളി മസാല അതന്നെയാണ് തോന്നുന്നു പേര്. ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ഐറ്റം ആണിത്. ഡിന്നറിന് ശേഷം ഗസ്റ്റിനെ യാത്ര അയച്ചു. ഫ്രണ്ട്സ്, ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓരോ ഡിഷിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ നൈസ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്.